ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുഭാസ്കരനും സഹോദരനും പാരീസിലേക്ക് അഭയാർത്ഥികളായി രക്ഷപ്പെട്ടത്. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചു. അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ അത്താണികളായിരുന്നു അവർ. നന്നേ ചെറുപ്പത്തിൽ തന്നെ തങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു യൂറോപ്യൻ നഗരത്തിലേക്ക് അഭയാർത്ഥികളായി എടുത്തെറിയപ്പെട്ടെങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കഠിനമായി അധ്വാനിച്ചും രാവും പകലുമില്ലാതെ ജോലി ചെയ്തും ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പണം അവർ കണ്ടെത്തി. ബോംബുകളും ചാവേറാക്രമണങ്ങളും യുദ്ധവും കെടുതിയും നിറഞ്ഞ ജാഫ്നയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്കാണ് തിരികെ പോകേണ്ടത് എന്നതുകൊണ്ട് മാത്രം എത്ര കഷ്ടപ്പെടാനും അവർ തയ്യാറായിരുന്നു. അവർക്ക് മുന്നിൽ വേറെ വഴികൾ ഒന്നുമില്ലായിരുന്നു. ഇരുവരും ആദ്യം തുടങ്ങിയ റെസ്റ്റോറൻറ്റ് വലിയ വിജയം കൈവരിച്ചില്ല. തൊട്ടു പിന്നാലെ പാരീസിൽ തന്നെ ഇന്ത്യൻ പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കട തുടങ്ങി. അഭയാർത്ഥികളായി എത്തപ്പെട്ട ശ്രീലങ്കൻ തമിഴന്മാരും വിവിധ ജോലികൾക്കായും പഠനങ്ങൾക്കായും വന്നു ചേർന്ന മറ്റ് ഇന്ത്യക്കാരുമായിരുന്നു പ്രധാന ഉപഭോക്താക്കൾ.